ഈ നാട്ടിൽ ഭർത്താവ് മരിച്ച് വിധവകളായി ജീവിക്കുകയും വിവാഹബന്ധം വേർപിരിഞ്ഞ് കഴിയുകയും ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഒട്ടേറെയാണ്. സഹായത്തിന് ആരുമില്ലാത്ത സാഹചര്യം, കുട്ടികളെ വളർത്താൻ പെടുന്ന കഷ്ടപ്പാട്, വഷളന്മാരായ ചില പുരുഷന്മാരുടെ ശല്യവും ഒളിഞ്ഞുനോട്ടവും. പത്തനംതിട്ടയിൽ 28-കാരിയായ യുവതി ഭർത്താവുമായി പിണങ്ങി 2 കുട്ടികൾക്കൊപ്പമായിരുന്നു താമസം. അതിനിടെ അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ സൗഹൃദം നടിച്ച് ഒപ്പം കൂടി. പിന്നീട് പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു. നഗ്നദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ശല്യവും ഭീഷണിയും തുടർന്നതോടെ യുവതി പോലീസിൽ പരാതി നൽകി. കേസിൽ അടൂർ സ്വദേശി വിനോദിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ന് വൈകിട്ട് 6:30-ക്കാണ് യുവതിയെ പ്രതി ആദ്യമായി ബലാത്സംഗം ചെയ്തത് എന്നാണ് പരാതി. ഭർത്താവുമായി അകന്നു കഴിയുന്ന 3 കുട്ടികളുടെ അമ്മയായ 28 വയസ്സുകാരി വീട്ടിൽ പോകാനായി അയൽവാസിയായ വിനോദിന്റെ ഓട്ടോറിക്ഷ വിളിച്ചിരുന്നു. യുവതി വണ്ടിയിൽ കയറിയതിന് പിന്നാലെ പേഴ്സും ഫോണും എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ വിനോദ് സ്വന്തം വീട്ടിലേക്ക് യുവതിയുമായി പോയി. വീട്ടിലെത്തിയ പ്രതി യുവതിയോട് സൗഹൃദം നടിച്ച് ജ്യൂസ് നൽകി. ഇത് കുടിച്ചതോടെ യുവതി മയക്കത്തിലായി. ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബോധരഹിതയായതോടെ ബലാത്സംഗം ചെയ്തെന്നാണ് അതിജീവിതയുടെ പരാതി. പിന്നീട് നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും പരാതിയിലുണ്ട്. പ്രതിയുടെ നിരന്തര പീഡനവും മർദ്ദനവും സഹിക്കവയ്യാതെ യുവതി പ്രതിയുടെ ഭാര്യയോട് തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ പ്രതി യുവതിയെ വീണ്ടും നടുറോഡിൽ വെച്ച് അടിക്കുകയും ടാങ്കർ ലോറിയിൽ കയറ്റി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും പത്തനംതിട്ട എസ്പിക്കും യുവതി പരാതി നൽകി. അടൂർ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തു. പ്രതി വിനോദ മറ്റു പല കേസുകളിലും ഉൾപ്പെട്ട ആളാണെന്നാണ് സൂചന. തനിക്ക് നീതി വേണമെന്നും മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുതെന്നുമാണ് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.